നല്ല ഒരു ഫീലിംഗ് ആണ്. അതായത് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കഷ്ടപ്പെട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഈ പടം റിലീസ് ചെയ്ത് എല്ലാവരും കാണുന്നു, നല്ല അഭിപ്രായം പറയുന്നു എന്നൊക്കെ പറയുന്നത് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതിനെ വളരെ ലൈറ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. മോസയിലെ കുതിരമീനുകൾ എന്ന് പറയുന്ന പേര് ഇട്ടത് ഞാൻ തന്നെയാണ്. ലക്ഷദ്വീപ് ഭാഷയിലുള്ള പേരാണ്. മോസ എന്ന് പറയുന്നത് വലിയ തിരയും, കുതിരമീൻ എന്ന് പറയുന്നത് വളരെ സെൽഫിഷ് നേച്ചറുള്ള ഒരു മത്സ്യമാണ്. സോ കഥയിലെ കഥാപാത്രങ്ങളുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു പേരാണ് മോസയിലെ കുതിരമീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ആദ്യ സിനിമയ്ക്ക് ഒരു ന്യൂ ജനറേഷൻ ടൈറ്റിൽ വേണ്ട എന്ന് ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. സോ ഇതിനെ 2 തരത്തിൽ കാണുന്നവരുണ്ട്. അതായത് മോസയിലെ കുതിരമീനുകൾ ഒരു ന്യൂ ജനറേഷൻ ടൈറ്റിലാണെന്ന് പറയുന്നവരുണ്ട്, എന്നാൽ ഇതൊരു ന്യൂ ജനറേഷൻ ടൈറ്റിലല്ല എന്ന് പറയുന്നവരുണ്ട്. സോ ഞാനിതിന് പ്രത്യേകിച്ച് ഒരു ടാഗൊന്നും കൊടുക്കുന്നില്ല. ഒരല്പം ഫിലോസഫിക്കലായിരിക്കണം പേരെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഈ പേരിലേക്ക് എത്തുന്നത്. ഈ സിനിമയുടെ ചർച്ചകളും കാര്യങ്ങളും നടക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ അവരെന്ത് പറയും എന്നുള്ളത് ഒരു വരി എനിക്കില്ലായിരുന്നു. അതായത് ബ്രേക്ക് ദ റൂൾസ് എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സിലൂടെയായിരുന്നു ഞങ്ങളെല്ലാം കടന്നു പോയത്. അതായത് ഇപ്പോൾ ഉള്ള റൂൾസുകളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു വ്യത്യസ്തമായ സിനിമ, എന്നാൽ പ്രേക്ഷകർ അത് മനസ്സിലാക്കണം, അവരും കൂടി ഉൾക്കൊള്ളണം എന്നൊരു രീതിയിലുള്ള ഒരു സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഐഡിയ. സോ അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകർ അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നതിൽ ഞങ്ങളധികം തൃപ്തരാണ്. കഥ നമ്മൾ ആലോചിക്കുമ്പോൾ പല കഥകൾ ആലോചിക്കും. അപ്പം ഒരു സിനിമയ്ക്ക് കമേഴ്ഷ്യലി വയബിളായിട്ടുള്ള ഒരു കഥയെപ്പറ്റി ആലോചിച്ചു. അപ്പം ഈ ലക്ഷദ്വീപ് ഐഡിയ എന്നോട് പറയുന്നത് എൻ്റെ കോ റൈറ്ററായ ബിപിൻ രാധാകൃഷ്ണനാണ് ലക്ഷദ്വീപിനെ കുറിച്ച് എന്നോട് പറയുന്നത്. അപ്പോൾ കടലും കരയും അതിൻ്റെ കോറൽ റീഫും കാര്യങ്ങളൊക്കെ എന്നെ വളരെയധികം ഫാസിനേറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പം ലക്ഷദ്വീപിൻ്റെ ബാക്ക്ഡ്രോപ്പിലൊരു കഥ പറയാൻ സാധിച്ചത് വിപിനാണ് എനിക്ക് ലക്ഷദ്വീപിനെ കുറിച്ച് പറഞ്ഞു തന്നത്. സോ അവിടേക്ക് അതിന് ചേർന്ന് ലക്ഷദ്വീപിന് യോജിക്കുന്ന ഒരു കഥ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ കഥ വന്നതിന് ശേഷമാണ് ആക്ടേഴ്സിലെത്തിയത്. പക്ഷേ കഥയുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിരുന്നു, ഇത് ആസിഫ് ചെയ്താൽ നന്നാവും, ഈ ക്യാരക്ടർ മറ്റേ ക്യാരക്ടർ സണ്ണി വെയിൻ ചെയ്താൽ നന്നാവും എന്നൊക്കെ ഞങ്ങൾ ഓൾറെഡി തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു. ഇതിൽ സണ്ണിയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വേറെ 2-3 നടന്മാരെ സമീപിച്ചിട്ടുണ്ട്. സണ്ണിക്ക് ഡേറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം സണ്ണിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ സണ്ണി വേറൊരു സിനിമ ചെയ്യുന്നതുകൊണ്ട് സണ്ണിക്ക് ആ സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ 2 നടന്മാരെ സമീപിച്ചിരുന്നു. അവരുടെയും ഡേറ്റ് ഇഷ്യൂസ് കാരണം സാധിച്ചില്ല. സോ അങ്ങനെ എൻ്റെ ഭാഗ്യം കൊണ്ട് അവസാനം സണ്ണിയുടെ ഡേറ്റ് ഇഷ്യൂസൊക്കെ മാറുകയും സണ്ണി തന്നെ വീണ്ടും വരികയും ചെയ്യുകയും ചെയ്തു. എന്നെ സഹായിച്ചിട്ടുള്ളവരെന്ന് പറയുന്നത് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ സിനിമാറ്റോഗ്രാഫർ അഭിനന്ദൻ രാമാനുജൻ, പ്രശാന്ത് പിള്ളെ, കോ റൈറ്റർ വിപിൻ രാധാകൃഷ്ണൻ, അതോടൊപ്പം തന്നെ എൻ്റെ ഡയറക്ടോറിയൽ ടീമിലുള്ള അരുൺ ഗോപി, അനൂപ്, പാർത്ഥൻ, മിറാഷ്, ശരത്, വിവേക്, അങ്ങനെ ഇവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഇവരൊക്കെ എന്നെ പലതരത്തിൽ സഹായിച്ചിട്ടുള്ളവരാണ്. അതോടൊപ്പം തന്നെ എഡിറ്റർ രതീഷ്, പ്രശാന്ത് പിള്ളയും അഭിനന്ദൻ രാമാനുജനും എല്ലാം ഒരേ തരത്തിൽ ഒരേ ടൈപ്പ് ഓഫ് സിനിമകളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാനും അഭിനന്ദനും പ്രശാന്തും ഞങ്ങൾ സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന സിനിമ എന്നൊരു കാര്യമുണ്ട്. അപ്പം ആ സിനിമയിൽ അല്ലെങ്കിൽ ഒരേ പാഷൻ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. സോ അവരുടെ ഇൻപുട്സ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സിനിമയിൽ. അഭിനന്ദൻ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നു എന്നൊരു വിഷമം എനിക്കില്ല. കാര്യം അവൻ അവകാശപ്പെട്ട ക്രെഡിറ്റാണത്. സോ അത് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മനസ്സിൽ കണ്ട ഒരു ഫ്രെയിമിനെ ഒരു 10 മടങ്ങ് മുകളിലേക്ക് ആ ഫ്രെയിമിനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചത് അഭിനന്ദൻ രാമാനുജൻ്റെ ക്യാമറയാണ്. സോ അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം അദ്ദേഹത്തിന് ക്രെഡിറ്റ് കിട്ടുന്നതിൽ ഞാനും എൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം തന്നെ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹം എക്സ്പീരിയൻസ്ഡാണ്, അദ്ദേഹം അത് ആമയിൽ തെളിയിച്ചതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഫ്രെയിമുകളൊക്കെ വെക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. ആൻഡമാനിൽ പോയി ഷൂട്ട് ചെയ്യുമ്പം എനിക്ക് വലിയ വിശ്വാസം പോരായിരുന്നു. ഇവിടെ ഈ സീൻ ചെയ്താൽ നന്നാവുമോ എന്നെനിക്ക് പലപ്പോഴും സംശയം തോന്നിയപ്പോൾ അഭിനന്ദൻ രാമാനുജനാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, അല്ല ഇവിടെ വെച്ചാൽ നന്നായിരിക്കും. അത് സ്ക്രീനിൽ ഞാൻ കണ്ടു. അത് മാർക്കറ്റിങ്ങിന് പല വശങ്ങളുണ്ട്. അതായത് പല ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അതായത് ഒരു നടനെ വെച്ച് നമ്മളൊരു സിനിമ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, അതിൻ്റെ ടെക്നീഷ്യൻസ്, അതിൻ്റെ കാര്യങ്ങൾ. അപ്പം
അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അത് കണ്ടിരിക്കും. സോ അതിൽ നിന്നും ഒരു റിട്ടേൺ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം പണം മുടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പണം മുടക്കുന്നതിന് പല കാരണങ്ങളുണ്ടാകും. സോ അപ്പം മാർക്കറ്റിംഗ് കുറഞ്ഞു പോയി എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. മാർക്കറ്റിംഗ് ഏതൊക്കെ തരത്തിലാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. സോ ഒരിക്കലും മാർക്കറ്റിംഗ് കുറഞ്ഞു പോയെന്ന് വിശ്വസിക്കുന്നില്ല. ചാനലുകളും സിനിമയുമായി വളരെ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. രണ്ടും എൻ്റർടൈൻമെൻറ്റാണ്. സോ ആസിഫിനും സണ്ണിക്കും അവരവരുടേതായ ഇപ്പോൾ ചെയ്യുന്ന സിനിമകളുമായിട്ട് വളരെയധികം തിരക്കുള്ളതുകൊണ്ട് ഒരുപക്ഷെ ആ റിലീസിങ് സമയത്ത് വരാൻ സാധിച്ചിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ അവർ വളരെയധികം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു സംസാരിച്ചിട്ടുണ്ട്. വരും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളിൽ ആസിഫും സണ്ണിയൊക്കെ ഇരിക്കുന്നുണ്ട്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളവരെ ത്രൂ ഔട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.